മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യവിവാദത്തിൽ സമവായവുമായി കെ.പി.സി.സി. ബി.ജെ.പി. പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് നാളെ രാജിവെക്കും. ബി.ജെ.പിയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റേറ്റു പറയും. ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനും അവസരമൊരുക്കും. കെ.പി.സി.സി. പ്രസിഡന്റ് ഇടപെട്ട് വിമത വിഭാഗം നേതാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മറ്റത്തൂരിൽ ഡി.സി.സി. നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് കെ.പി.സി.സിയുടെ ഉറപ്പ്. വിവാദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഒടുവിൽ വിമതരെ ഒപ്പം കൂട്ടാൻ തന്നെ പാർട്ടി തീരുമാനിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ച ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത് തീരുമാനിക്കുന്നു. ഇന്നത്തെ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? രുചീഷ്, ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് വിമത നേതാക്കളുമായി റോജി എം ജോൺ അങ്കമാലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് ചർച്ച എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കെ.പി.സി.സിയുടെ ഉന്നത നേതാക്കൾ ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ വിമത നേതാക്കൾക്കൊപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് എന്ന് പറയുന്ന വനിതയാണ് മറ്റത്തൂരിലെ വൈസ് പ്രസിഡന്റായി ബി.ജെ.പി. പിന്തുണയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ടെസ്സി ജോസ് കല്ലറയ്ക്കൽ നിലവിൽ പ്രസിഡന്റ് ആണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള സാങ്കേതികത്വം നിലവിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കുകയും കോൺഗ്രസ് പ്രവർത്തകയായി വിജയിച്ചു വരികയും ചെയ്ത ഈ നൂർജഹാൻ നവാസിനെ നാളെ രാജിക്കത്ത് നൽകാനുള്ള തീരുമാനമാണ് അടിയന്തരമായി കെ.പി.സി.സി. നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമതരായിട്ടുള്ള നേതാക്കൾക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും തങ്ങളുടെ തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് തിരികെ വരാനുള്ള അവസരവും ഉണ്ടാകും. ടെസ്സി കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ ബി.ജെ.പി. പിന്തുണയിൽ പ്രസിഡന്റായ സ്വതന്ത്ര അംഗമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള സമവായ ചർച്ചകളിലേക്കാണ് പൊതുവായിട്ടുള്ള അഭിപ്രായത്തിലേക്കാണ് കെ.പി.സി.സിയുടെ ഉന്നത നേതാക്കൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കെ.പി.സി.സി. പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനം ഇന്ന് റോജി എം ജോൺ എം.എൽ.എ. ഈ വിമതരായിട്ടുള്ള നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. ടി.എൻ. ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. മറുവശത്ത് ടി.എം. ചന്ദ്രൻ അടക്കമുള്ള സംഘടനാ നടപടി നേരിട്ട ആളുകളുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നോ നാളത്തെയോട് കൂടിയോ ഫൈനലൈസ് ചെയ്തുകൊണ്ട് ആ തീരുമാനങ്ങൾ കൂടി കെ.പി.സി.സി. വാർത്താക്കുറിപ്പ് മുഖേന അറിയിക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമായിട്ടുള്ളത്. നിലവിലെ ധാരണപ്രകാരം കെ.പി.സി.സി. പ്രസിഡന്റ് നേരിട്ടിടപെട്ട് സമാന്തര ചർച്ച നടത്തിയാണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മറ്റത്തൂരിലെ വിഷയം കോൺഗ്രസിന് പ്രതികൂലമായി ബാധിക്കാം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ അടക്കം വലിയ തോതിൽ സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു വിഷയം എന്നുള്ള നിലയിലാണ് അടിയന്തര പരിഹാരം കാണുന്നത്. 4-5 തീയതികളിലായി വയനാട് സംസ്ഥാന ചിന്തൻ ശിബിർ നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കേണ്ട പ്രധാനപ്പെട്ട തന്ത്രങ്ങളും ചർച്ചകളുമാണ് ഈ ചിന്തൻ ശിബിരിൽ ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ വിഷയം ഒരു കല്ലുകടിയായി മാറാതിരിക്കാൻ മുസ്ലിം ലീഗ് പോലുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഇത്തരമൊരു ഇതൊരു തിരിച്ചടിയാണ്. കാരണം ഡി.സി.സിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുമെന്ന ഒരു ഉറപ്പും ഇപ്പോൾ കെ.പി.സി.സി. നൽകിയിട്ടുണ്ട്. രുചീഷ്, തീർച്ചയായും ഡി.സി.സി. പ്രസിഡന്റിന്റെ അഡമന്റ് ആയിട്ടുള്ള സ്റ്റാൻഡിന് ഒരു തിരിച്ചടിയാണ് ഈ വിഷയം എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഏകാഭിപ്രായത്തിൽ ഒറ്റ തീരുമാനമെടുത്ത നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. വിമതരായിട്ടുള്ള നേതാക്കൾ രാജിവെച്ച് മാപ്പ് പറയാതെ അല്ലാതെ തുടർ നടപടികളോ ചർച്ചകളോ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുൻപ് വാർത്താ സമ്മേളനം നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തപ്പോഴെല്ലാം ജോസഫ് ടാജറ്റ് ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ ഒറ്റ തീരുമാനവും സംഘടനാ തലത്തിലുള്ള കാര്യം പൊതുമാധ്യമങ്ങളോടായി അറിയിക്കുകയും ചെയ്തു. വർഗീയ പാർട്ടികളോട് കക്ഷി ചേരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. കെ.സി. അനുകൂലി കൂടിയായ ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കൾക്ക് ഇത്തരം ഒരു തീരുമാനം പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതിനു മുൻപ് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള മറ്റത്തൂരിന്റെ അടക്കം പുതുക്കാട് മണ്ഡലത്തിന്റെ അടക്കമുള്ള സാധ്യതകൾ എല്ലാ തരത്തിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ധാരണയോടുകൂടി എത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമവായ ചർച്ചയും നീക്കവും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൂർജഹാൻ നവാസ് രാജി നൽകും. മറ്റ് 7 പഞ്ചായത്ത് അംഗങ്ങൾക്കും ഓൾറെഡി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷയ് സന്തോഷ് എന്ന 23-ാം വാർഡ് മെമ്പർ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ബി.ജെ.പി. ബന്ധം താൻ അറിഞ്ഞിരുന്നില്ലെന്നുമുള്ള കാര്യം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡി.സി.സിക്ക് കത്ത് സംസ്ഥാനം ഒട്ടുക്കും ചർച്ചയായ കോൺഗ്രസ് ബി.ജെ.പി. ബന്ധത്തിന്റെ പേരിൽ വലിയ തരത്തിൽ നാണക്കേടായ ഒരു സംഭവത്തിൽ ഈ വിമതരെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം കെ.പി.സി.സി. ഇടപെട്ട് നടത്തുന്നു. പ്രത്യേകിച്ച് ഡി.സി.സിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് കൂടി വിമതർക്ക് ഉറപ്പ് നൽകിയാണ് കെ.പി.സി.സി. വിവരങ്ങൾ നൽകിയായിരുന്നു ലെവിൻ കെ വിജയൻ. മറ്റൊരു വാർത്ത